നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള പൊന്നൂസിൻ്റെ ഒരു പ്രൊമോഷൻ റിലേറ്റഡ് വീഡിയോ ആണ് നമ്മുടെ അന്നത്തെ വിഷയം. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ആദ്യമൊക്കെ ഇവരുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് ഈ വിഭാഗത്തിൻ്റെ വീഡിയോ ഞാൻ തൊടാറില്ല. ഇനി അഥവാ അത്രയും കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കായിട്ട് എല്ലാവരും തൊടുന്നതിൻ്റെ കൂട്ടത്തിൽ അഥവാ ഞാനൊറ്റ പറഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക വെച്ചാൽ അവര് ഇത് ഒരുപാട് റിയാക്ട് ചെയ്തിട്ട് ഒരുപാട് അധിക്ഷേപിച്ച യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവര് ആകെ കാണുക കൂട്ടുകാരൻ്റെ മാത്രമേ ഉള്ളൂ. പിന്നെ അവര് റിയാക്ട് ചെയ്യുക, അവര് എതിർത്ത് പറയണതും നമ്മളെ പറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, കൂട്ടുകാരനെ പറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയോ പറ്റുണ്ടാവും, അതൊന്നും അവർക്കൊരു വിഷയം ഉണ്ടാവില്ലേ. ഇനി നോക്കിക്കോളൂ, ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതേ കുറിച്ച് ചെയ്ത വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട്, അവരൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അപ്പൊ ഇതേ പറയണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കുറ്റം പറയുമെന്നല്ല കേട്ടോ, നമ്മളുടെ ഒരു അഭിപ്രായം മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ റിയാക്ട് ചെയ്ത് കണ്ടു. അപ്പൊ ഇങ്ങനൊരു സംഭവം ഇവരിങ്ങനെ പറയുമ്പോൾ അവർക്കൊരു പറ്റിയൊരു പൊട്ടത്തരം, ചെറിയൊരു അബദ്ധം. എന്താ വിഷയം എന്നറിയാത്തവർക്ക് വളരെ ക്വിക്കായിട്ട് പറയാം, എന്നിട്ട് ആ വീഡിയോ കാണിച്ചു തരാം. കാണാത്തവർക്കായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അവരുടെ മൂത്ത മകളുണ്ട് പൊന്നൂസ്, അവരുടെ അച്ഛൻ്റെ അമ്മ മരിച്ചു. അച്ഛമ്മ മരിച്ച സമയത്ത് അപ്പൊ നമ്മള് ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മെഴുകിയിരിക്കാന്ന് പറയും. അതായത് 15 ദിവസം എത്രയോ ദിവസം അവിടെ തന്നെ ഇരിക്കും. അപ്പൊ വിളക്ക് കെടുത്തില്ല, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. അവിടെ നീറ്റ് പോവില്ല, വിളക്ക് കെടുത്തില്ല. അപ്പൊ ഭക്ഷണമൊക്കെ വേറെ ആരൊക്കെ ഉള്ളു, അന്ന് അവര് അങ്ങനത്തെ ഉള്ളവരൊന്നും ഉണ്ടാക്കൊന്നുമില്ലല്ലോ. അങ്ങനെ ഭക്ഷണം കൊടുക്കും, പിന്നെ അവിടെ തന്നെ ഇരിക്കും, അങ്ങനെ ഒരു സംഭവം. അപ്പൊ നമ്മളെ പൊന്നു അങ്ങനെ ഇരുന്നു. അച്ഛമ്മ മരിച്ചപ്പോ വേറെ ആരും ഇരിക്കാനില്ല, എല്ലാവർക്കും തിരക്ക്, എല്ലാരും ബിസി ആയിരുന്നു അല്ലേ, അങ്ങനെയല്ല അവര് പറഞ്ഞ. അതുകൊണ്ട് പൊന്നുമാണ് ഇരുന്നത്. പെൺമക്കൾ ഇരിക്കാനില്ലാത്തതുകൊണ്ട് അവരുടെ മക്കളും ഇരിക്കാനില്ലാത്തതുകൊണ്ട് ആൺകുട്ടിയുടെ മകളായിട്ടുള്ള പൊന്നു ഇരുന്നു. അതന്നെ അവര് ഇതില് അങ്ങനെ പറയാൻ പാടില്ല. എന്റെ അഭിപ്രായം വീട്ടിലെ കാര്യമാണ്, വേറെ ആരും ഇരിക്കില്ല. റിലേറ്റീവ്സിനൊക്കെ അത് മോശമാണ് ശരിക്കും. കാരണം എന്താ വെച്ചാൽ അവരുടെ അവസ്ഥ എന്താ സ്ഥിതി, കുട്ടീനെ ഞാൻ ഇരുന്നോളാ പറഞ്ഞിരുന്ന ഒന്നും നമുക്കറിയില്ല. അങ്ങനെ അവർക്ക് ബന്ധുക്കൾക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കാനായിരുന്നു നല്ലത്. അല്ല, എന്താ വിഷയം എന്ന് പറയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, അത് കണ്ട് തീരുമാനിക്കാം. വിഷയം അതല്ല, ഇവളിങ്ങനെ ഇരുന്ന സമയത്ത്, ഇവരിയ്ക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ചുണ്ട് പൊട്ടിക്കീറി, വിണ്ട് കീറി. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഇരുത്തത്തില് പൊന്നുവിന്റെ ചുണ്ട് സങ്കടത്തിലുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ അതായത് ചുണ്ട് വിണ്ട് കീറി. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴാണ് ഹസ്ബൻഡ് മറ്റേ സാധനം കൊണ്ട് വന്നത്, ഡോക്കിന്റെ അവിടെ കയറി പ്രൊമോഷൻ. അതായത് സ്വന്തം അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് വേറെ ആരും ഇരിക്കാനില്ല എന്നും പറഞ്ഞ് അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു. ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയാം, ഇപ്പോൾ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ആ ചെയ്ത കാര്യത്തിനോട് എനിക്ക് പേഴ്സണലി ഇത് എനിക്ക് യോജിപ്പ്. അതായത് അവർ പ്രൊമോഷൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ? പ്രൊമോഷൻ ചെയ്താൽ ഒരു തെറ്റില്ല. എല്ലാവരും കാശിന് വേണ്ടിയിട്ട് തന്നെ, അത് അവരുടെ ജോലിയാണ്. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, അച്ഛമ്മ മരിച്ചു, സെക്കൻഡ് ഡേ ചെയ്യേണ്ട ഒരു പ്രൊമോഷൻ അപ്പോഴും ചെയ്തു വെച്ചിട്ട് ഒരു തെറ്റുമില്ല. കാരണം ചെയ്യണം, കാരണം അവർക്ക് അത് കഴിഞ്ഞാലും ജീവിക്കണ്ടേ. ആ ഒരു ദുഃഖമൊക്കെ ഉണ്ടാവുമെങ്കിലും എല്ലാവരും അവരുടെ ജോലി ചെയ്താലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഈ പ്രൊമോഷൻ ചെയ്തോട്ടെ. പക്ഷെ ഈ പ്രൊമോഷന്റെ ഇടയിൽ കയറിയിട്ട് ഈ മരിച്ചിട്ട് മെഴുകിയിരിക്കുന്ന ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അവിടെ ഇരുന്നപ്പോ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞത് ഈ മരണത്തെയും കൂടി ഇതിൽ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് ഭാര്യ ഭർത്താവ് ഇഷ്ടംപോലെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ചെയ്താൽ പോരെ, വേറെ ആരെങ്കിലും കൂട്ടാം. പക്ഷെ ഈ മരണത്തിനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി അവിടെ ഇരുന്നപ്പോ പൊട്ടി, അതുകൊണ്ട് എനിക്കിത് കൊണ്ടുവന്നു, അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടു, അത് ഭയങ്കര എന്താ പറയാ, സുഖമില്ല, തീരെ നന്നായില്ല. അതൊരു ബുദ്ധിമോശമായി തോന്നി. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം. 2 ദിവസം മുന്നേ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഞാൻ തറവാട്ടിലാണ്. അപ്പോൾ പെലയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസത്തെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങളെ കാര്യത്തിൽ മരിച്ച് ഞാൻ പെൺമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ അല്ലെങ്കിൽ നെൽപ്പാലിരിക്കാന്ന് പറയും. ഇപ്രാവശ്യം എല്ലാവർക്കും ഓരോ തിരക്കുകളായതുകൊണ്ട് ഞാനായിട്ട് ഇരുന്നത്. അപ്പം എനിക്ക് ഒരു 10 ദിവസത്തേക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിപ്പ് ഫുള്ള് പൊട്ടി ഡ്രൈ ആയിരിക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആയിട്ട് എനിക്ക് ഡെർമഡോക്കിൻ്റെ ലിപ് ബാം മേടിച്ചു കൊടുന്നു കേട്ടോ. എന്തായാലും നമുക്കിത് യൂസ് ചെയ്തോ. അല്ല, ഇത് ആദ്യം പറയട്ടെ, ഇവര് പറഞ്ഞ ഡെർമഡോക്ക് ആണല്ലോ, ഡേംഡോക്ക് അല്ലേ ശരിക്കും സാധനം? ശരിക്കും ഡേംഡോക്ക് അല്ലേ. ഞാൻ എന്നിട്ട് ഡെർമാഡോക്ക് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് സ്ക്രീനിൽ ഡേംഡോക്ക് എന്നാണ് പറയുക.
ഇത് കാശ് കൊടുത്ത് പ്രൊമോഷൻ ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഇപ്പൊ അയ്യോ പേര് അത് ശരിയാണ് കേട്ടോ. ഡെർമഡോക് ആണ്, ഡെർമഡോക്ക് ഡെർമഡോക് എന്നാ അവര് പറയണത്. ഡെർമഡോക്ക് ഇത് പറയുന്നത് റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല കേട്ടോ നമ്മളെടുത്തത്. അത് ഇപ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത്. അത് കറക്റ്റ് അവര് പറയണത്. ഡെർമഡോക്ക് എന്ന് പറയണത് ഒന്നുകൂടി വെച്ചിരുന്നോ ട്രൈ ആയിരിക്കും ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഡെർമഡോക്കിന്റെ ലിബാം മേടിച്ചു കൊടുക്കുന്നത്. ഡെർമഡോക്ക് ഞാൻ ഡെർമഡോക്ക് നോക്കിയതോ. ഡെർമഡോക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോ ആദ്യം അതിനോടൊരു കൂറ് കാണിക്കണം. അതായത് കറക്റ്റ് വളരെ മിനിമം അതെന്താന്ന് പഠിച്ച് അതെന്താന്ന് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ എങ്ങനെയാ എന്താ അവര് വായിക്കാന്ന് നോക്കണം. പ്രൊനൗൺസിയേഷൻ വളരെ കൃത്യമായിട്ട്. ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മള് പ്രൊഡക്റ്റ് അല്ലേ, വേറെ എന്തെങ്കിലും പറഞ്ഞ പോലെ അല്ലല്ലോ. ആ പ്രൊഡക്റ്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെർമഡോക്ക് ഡെർമഡോക്ക് ഇല്ലല്ലോ, നമ്മൾ വാങ്ങലല്ലോ. പേർപ്പിൾ ഇവിടെ പേർപ്പിൾ നമ്മൾ വാങ്ങലുണ്ടല്ലോ. പർപ്പിളിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് പേർപ്പിളാണെന്ന് സ്ഥിതിയറിയില്ല. എന്താണെങ്കിലും അവിടുന്ന് നമ്മൾ വാങ്ങാറുണ്ട്. ഡെർമഡോക്ക് എന്നാണ് പ്രൊഡക്റ്റ്. ഇനി ഇവര് പറയണം ഡെർമഡോക്ക. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഡെർമഡോക്കോ എന്തോ ആയിക്കോട്ടെ, അവരെ പൈസ അല്ല അതെന്തോ ആയിക്കോട്ടെ, അവര് പ്രൊമോഷൻ ഇപ്പൊ നമ്മൾ കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് പ്രൊമോഷൻ ചെയ്യാട്ടോ, പ്രൊമോഷൻ ചെയ്യേണ്ടതൊന്നുമില്ല. അവർ ഒരുപാട് പ്രൊമോഷൻ ചെയ്യണം, ചെയ്തോട്ടെ. കാരണം അവരങ്ങനെയാണ് അന്തസ്സായി ജീവിക്കുന്നത്. അങ്ങനെയാ അവര് ഒരുപാട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആ കുട്ടിയൊക്കെ എനിക്ക് ആ കുട്ടിയോടൊക്കെ ഭയങ്കര ഇതാ. ആര് ഈ പൊന്നൂസിനോട്, ഈ പൊന്നൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. മേക്കപ്പിന് പോണു. ഞാൻ ചില വീഡിയോസ് കാണുമ്പോൾ കാണാം. അപ്പൊ ഞാൻ വിചാരിക്കും ഈ പ്രായത്തിലെ കുട്ടി എന്തോരമായിട്ടാ ബുദ്ധിമുട്ടുന്നത്. അതേപോലെ പിന്നെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡും ആണ് പൊന്നുവിന്റെ. പക്ഷെ ഈ ചെയ്തത് ഭയങ്കര മോശമായി പോയി. കാരണം സ്ക്രിപ്റ്റ് ശരിയായില്ല. അല്ലെങ്കിൽ മരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്ന് പറയണ്ടായിരുന്നു. അല്ലെങ്കിൽ മരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത് വീഡിയോ എടുത്തിട്ട് അപ്പൊ പൊട്ടി, അത് മുഴുവൻ വീഡിയോ കാണിക്കും. അപ്പൊ പൊട്ടി യൂസ് ചെയ്യാൻ ഡെർമഡോക്കിന്റെ ടിൻഡിൽ ലിബാമാണ് കേട്ടോ. ഈ ഒരു ലിബാം നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലെല്ലാം യൂസ് ചെയ്യാൻ കാരണം ടിൻറ്റ് പ്ലസ് ലിപ് കെയറും കൂടിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് ബെർത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ലിപ്പിന് നമുക്ക് സൂപ്പർ ഷൈനും കൂടിയും കിട്ടും. SPF 15 PA++ പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് കിട്ടും. ഈ ലിബാം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നല്ലൊരു വേറെ ഒരു മേക്കപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാം. അല്ല ബ്ലഷൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ മരണമായിട്ട് കൂട്ടി കലർത്തേണ്ടതില്ല. ഓരോ വിവരമില്ലായ്മ കാണിക്കാനാണ് എന്താ പറയല്ലേ. മരിച്ചു കിടക്കുമ്പോ അവിടെ ഇരുന്നിട്ട് ചുണ്ട് പൊട്ടി, അതാണ് പ്രശ്നം. അവിടെ ഇരുന്ന് ചുണ്ട് പൊട്ടി, എന്നിട്ട് അവിടെ ഇരിക്കുമ്പോ തന്നെ ഇത് മാറണല്ലോ. അപ്പൊ വന്നിട്ട് ഇത് കൊടുക്കണു ഹസ്ബൻഡ്. അപ്പൊ അത് വരച്ചണു. അതൊരു പ്രൊമോഷൻ. ആ ഒരു പ്രൊമോഷൻ ചെയ്ത രീതി ശരിയായില്ല, ഒട്ടും ശരിയായില്ല. അതിന് നിങ്ങൾ എന്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് ഒരാൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ എന്താ അറിയോ, ഇതിനെല്ലാവരും കൂടി ഒരുപാട് കമന്റ്സ് പറയും, സ്വാഭാവികമായിട്ടും പറയും. ഈ കമന്റ്സ് ഇവർ മിക്കതും ഒരു ഹൈഡ് ചെയ്യാറുണ്ട്. അവർ ഓരോ ക്രിയേറ്ററുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് ഇതിനൊക്കെ മറുപടി ആയിട്ട് ചിലപ്പോൾ അവർ വരും. അവരിതിപ്പോ എന്താ അറിയോ, നമ്മൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്നെ പറയാൻ ചാൻസ് ഉള്ളൂ. ഇതിന് മുന്നേ അങ്ങനത്തെ അനുഭവം ഉണ്ടായതുകൊണ്ട് പറയാൻ കേട്ടോ. പേരൊക്കെ പറയാതെയൊക്കെ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമായിട്ട് ഒരു ഉശിരും പുളി ഇല്ലാതെ ആയിരിക്കും മറ്റുള്ളവരുടെ അടുത്ത് കേട്ടിട്ടുണ്ടാവുക. അതൊന്നും ഒരു വിഷയം ഉണ്ടായിരിക്കില്ല. ഓക്കെ, എന്തായാലും ഇതവിടെ കഴിഞ്ഞു. ആൾക്കാർ കമൻറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഇഷ്ടമുള്ളത് പറയാം. അതാണ് അതിൻ്റെ സംഭവം. ഇതിന് ലിമിറ്റ് വെച്ച് പറയാമെന്നേ ഉള്ളൂ. എന്തായാലും ഇതിനെല്ലാവരും കുറ്റപ്പെടുത്തിയതിന് ഇവർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നു. സ്വാഭാവികമായിട്ടും എക്സ്പ്ലനേഷൻ വീഡിയോ ഇടേണ്ടത് തന്നെയാണ്. അതും ഒരു കോണ്ടന്റ് ആണ്, വരുമാനം തന്നെയാണ്. അത് ഡെഫിനറ്റ്ലി അത് വേണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യണം? ആരാണോ വീഡിയോ ഇട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് വാഴ നനയുമ്പോൾ കുറെ കുറെ കൂട്ടത്തിൽ നനയും. പൊന്നു 15 ദിവസം അവിടെ ഇരിക്കല്ലേ. പൊന്നു 15 ദിവസം ഇരിക്കുന്നതിന് ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കണേ. അത് ഞാൻ ഇതെല്ലാം ആ ഭർത്താവിൻ്റെ അവൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്നുണ്ട്. പറഞ്ഞതിലൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആണ് തിരിഞ്ഞു വന്നിട്ടുള്ളത്. ചെയ്തതിലൊരു തെറ്റുമില്ല. ആകെ വിമർശനം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യേണ്ടത് അത് ചെയ്തു വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ അത് ചെയ്തതിന് ശേഷം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റൊരു വരവുണ്ടല്ലോ, അതിനാണ് നമ്മൾ വിമർശിക്കുക. ലാസ്റ്റിലേക്ക് വെക്കാം. ജസ്റ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. കുറേ പേര് ഞാൻ ആ ഷോർട്സ് ഇട്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. പക്ഷേ നമുക്ക് വരാറുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ടൈമെല്ലാം കടന്നു പോകും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോർമൽ ലൈഫിലേക്ക് എത്തുമ്പോൾ അതുവരെയും നമ്മൾ കെട്ടുപൊക്കി എല്ലാതും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണ്ടേ. അതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അയ്യോ, ഇത് കേൾക്കണ്ടേ ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ കുട്ടി ഇത് പറയണതിന് മുമ്പത്തെ ഈ കുട്ടി പറയണ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല സത്യം. ഇത് കണ്ടിട്ടില്ല. ഞാൻ കണ്ടത്
അവിടെ ഇരുന്ന് ചെയ്തതും പിന്നെ അമ്മയുടെ എക്സ്പ്ലനേഷൻ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് പറയണത് കേൾക്കാതെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അവരുടെ ജീവിതമാണ്. അത് കറക്റ്റാണ് ആ കുട്ടി പറഞ്ഞത്. ഇത് അവരുടെ ജീവിതമാണ്, അവർക്ക് ഇനി മുന്നോട്ട് പോകണം. മരിച്ചുപോയവര് വയസ്സായി മരിച്ചുപോയവര് പോയി, അപ്പൊ അത് കരുതി അവർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിലൊരു ഗെയിം എന്തോ ഒരു കളി കളിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്, അവിടെ ഇരുന്നിട്ട് ചുണ്ടുപൊട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ മോശം കമന്റ് സ്വാഭാവികമായിട്ടും വരും. അതിന് ഇവരുടെ എക്സ്പ്ലനേഷൻ കുഴപ്പമില്ല. ഇവരുടെ എക്സ്പ്ലനേഷൻ വലിയ കുഴപ്പമില്ല. ഇവനാണെന്നുണ്ടെങ്കിലും ഇവർ ഈ കുട്ടിയാണെങ്കിലും ഇതിന്റെ ഹസ്ബൻഡ് ആ ഷെബി എന്ന് പറഞ്ഞവരാണെങ്കിലും വലിയ പ്രശ്നമില്ല. ഇത് കണ്ടിട്ട് മറ്റവരുടെ ഇറങ്ങലാണ്. അതാ ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചിട്ടുള്ള കേസാണ്, ഞാൻ വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ജീവിതമാർഗ്ഗം തെറ്റ് ചെയ്യാം. ഇനി നാളെ അച്ഛമ്മയും അച്ചാച്ചനും ആ വീട്ടിലവിടെ ചെയ്തിട്ട് ബോധമില്ല, മാന്യതയില്ല, റെസ്പെക്റ്റ് ഇല്ല ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ അച്ചാച്ചൻ ഒരിക്കലും ഞങ്ങൾ ജോലി എടുക്കുന്നതിന് കുറ്റം പറയില്ല. ഇത് കഴിഞ്ഞ ശേഷം പയ്യൻ്റെ എക്സ്പ്ലനേഷൻ ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ്റെ വീഡിയോ ആയിട്ട് ഭയങ്കര നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അത് നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത കാര്യമല്ല. കാരണം നെഗറ്റീവ് പറഞ്ഞവർക്ക് ഒരു കാര്യം അറിയണം, നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് ഒരു മാസം ഇത്ര വീഡിയോ ചെയ്യണം, നമുക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നു കഴിഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളൂ, അതിന് വേറെ നിവൃത്തിയില്ല, അങ്ങനെ മാറ്റാനൊന്നും. ഇതിൽ ഈ മരണ വീട്ടിൽ പ്രൊമോഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അതിനൊന്നും ഇവർക്ക് അപ്പൊ തന്നെ ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോ ആൾക്കാർക്ക് അറിയോ അവര് മരിച്ചതിന് മുമ്പാണോ ചെയ്തത് പിൻപാണോ ഒന്നും അറിയില്ല. അപ്പൊ അവർക്ക് മുമ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ഈ മരണമായിട്ട് കൂട്ടി കുഴക്കണ്ടായിരുന്നു. അതായത് ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എന്റെ ചുണ്ട് പൊട്ടി ആ ഡ്രാമ മാറ്റിയിട്ട് വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കായിരുന്നു. വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അത് എപ്പോഴാണ് ഷൂട്ട് ചെയ്തതെന്ന് പോലും അറിയില്ല, നിങ്ങളുടെ ജോലി മുടങ്ങില്ലായിരുന്നു. അതെ, ഇനി അതൊക്കെ പോട്ടെ, അവരെന്നെ സംഭവം ഉണ്ടായി, അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു, അതും പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് അപ്പോഴും കോണ്ടന്റ് വേണമല്ലോ, അതാണ് അടുത്തത്. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ്, ഒരു ലിപ് ബാമിൻ്റെ ഷോർട്സ് തോന്നുന്നു. അപ്പം അതിൻ്റെയൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ കുറേ വന്നിട്ടുണ്ട്. ഇതിന് മേലെ നീ നെൽപ്പായലിരിക്കാണ്ടിരിക്കുന്നു, നീ എന്താണ് ഇരുന്ന് വീഡിയോ എടുക്കാനാണെങ്കിൽ. അപ്പം ഞാൻ വേണ്ട നമ്മുടെ ജോലി ഒരു വശത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾക്ക് അച്ഛമ്മ മരിച്ചു, അത് കഴിഞ്ഞു, അതവിടെ ഇരിക്കാൻ അവിടെ സമ്മതിച്ചു എന്നുള്ളതാണ് എനിക്കൊരു പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നാട്ടുകാർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നാട്ടുകാർക്ക് നിങ്ങളെ മകള് ചെയ്ത സ്ക്രിപ്റ്റിൽ അത് നമ്മൾ ഓൾറെഡി അവരെ കാര്യം പറഞ്ഞു. ഇവര് നമ്മൾ എടുക്കണ്ട, ഇവര് അവിടെ ഇരുന്നോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഇതിൽ കാണിക്കലും പറയണൊക്കെ എന്തിനാ, ഇതൊക്കെ തന്നെയാ ഉദ്ദേശം ഉണ്ടാവുക. അവള് ഇരുന്നു, ബാക്കി ആരും ഇരിക്കാൻ കൂട്ടാക്കിയില്ല. അതൊക്കെ ആ വീട്ടുകാരൊക്കെ പാടെ അത്യാവശ്യം നല്ല പറഞ്ഞു. ചെറിയ എന്റെ കണ്ണൊക്കെ ചെറിയ കുട്ടിയുടെ കാർത്തു. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി അവിടെ ഇരിക്കണ്ടല്ലോ ചിന്തിക്കണോളൂ. വേറെ ചിന്തിക്കുന്നത് ഇന്നത്തെ സ്വന്തം മക്കളെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തില് നല്ലത് വീഡിയോ ഇട്ടാലാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും. നിങ്ങളുടെ പ്രൊമോഷനാണ് ആ വീഡിയോ എന്ന് ഏത് കണ്ടുപോട്ടെന്ന് പറയാലോ. 21-ാം തീയതി ചെയ്തു കൊടുക്കേണ്ട പ്രൊമോഷനാണ്. 21-ാം തീയതി അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. കാർത്തൂര് നല്ല പനിയും കപ്പക്കെട്ടേക്കാനും. ഓക്കെ, മതി, ഇവരുടെ വീഡിയോ അധികം പ്ലേ ചെയ്യുന്നില്ല. എന്താ പറയുക, എനിക്ക് വേറെ പലതും പറയാൻ തോന്നും. എന്താ ഞാനൊരു സിമ്പിളായിട്ട് പറയാം. ആദ്യം ഇവൻ്റെ മറ്റേ ആ പൊന്നൂസും ആ ഭർത്താവും അവർ പറഞ്ഞ സംഭവം, അവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് അവരുടെ നിസ്സഹായാവസ്ഥ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു. അവർക്ക് സ്ക്രിപ്റ്റിൽ പാളിപ്പോയി. പക്ഷെ ഇത് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ന്യായീകരണം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. കാശ് വാങ്ങിയിട്ടാണ് പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ പറയും. അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ ആ ആൾക്കാർ പറയുന്നതിന് യാതൊരു വിധ തെറ്റുമില്ല. പക്ഷെ നമ്മളുടെ വേർഷൻ നമ്മൾ കാണുന്ന സമയത്ത്, നമ്മളെപ്പോലുള്ള ആൾക്കാർ കാണുന്ന സമയത്ത് നമ്മളെ വേർഷൻ തരണം, നമുക്ക് മനസ്സിലാവും അവരുടെ സിറ്റുവേഷൻ അതാണ്. അവരുടേതല്ല, ആരുടെ ആണെങ്കിലും ജോലിക്ക് പോകേണ്ടവർ പോകണ്ടേ. നെക്സ്റ്റ് ഡേ തന്നെ അച്ഛമ്മ മരിച്ചിട്ട് ഞാൻ ജോലിക്ക് വരുന്നില്ല, 15 ദിവസം എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങൾ തന്നെയല്ലേ. പിന്നെ യൂട്യൂബിനും മറ്റേ ഡെർമഡോക്കല്ല, ഡേംഡോക്കിന് എന്ത് അച്ഛമ്മ, അവർക്കൊന്നും പ്രശ്നമില്ല. കാശ് വാങ്ങിച്ചാൽ അതിന്റെ പണി ചെയ്യണം. പക്ഷെ ആ സ്ക്രിപ്റ്റ് ചെറുതായിട്ട് പാളിപ്പോയി. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ അല്ലേ, വാഴ നനയുമ്പോൾ അതിന്റെ കൂട്ടത്തില് മറ്റവരും കൂടി കൊണ്ടുവരിക അല്ലേ. യെസ്, അപ്പൊ അത്ര തന്നെ ഉള്ളൂ. ഇനി ഇതിനെന്തൊക്കെ കോലാഹലാണെന്നുണ്ടാവുക എന്നറിയില്ല.
കോലാഹലത്തിനൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഇതിനേക്കാളൊക്കെ വലിയ വേറെയും ചെയ്തവരുണ്ട് കേട്ടോ. അതായത് വേറെ ചെയ്തവരുണ്ട്. ഒരു നാണോ മാനോ ഇല്ലാതൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അത്രയും നാണം കെടുത്തി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എന്തെങ്കിലും മറുപടി കൊടുക്കുമോ ആവോ അല്ലേ? അതെ, അത്ര തന്നെ ഉള്ളൂ. അത്രയും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.